സമ്പത്തും സൗന്ദര്യവും ഉള്ളവരെയും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരെയും ലോകം ഭാഗ്യവാന്മാർ എന്ന് വാഴ്ത്തുന്നു. എന്നാൽ ആത്മാവിൽ ദരിദ്രരും ദുഃഖിക്കുന്നവരും സമാധാനമുണ്ടാക്കുന്നവരും ഹൃദയശുദ്ധിയുള്ളവരും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരും സൗമ്യതയുള്ളവരുമാണ് ക്രിസ്തുവിൻ്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാന്മാർ. ഇന്ന് ലോകത്തിൽ ഭാഗ്യവാന്മാരായി മാറുന്നതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ നിർഭാഗ്യവാന്മാരായി തീരും. എന്നാൽ ലോകം നമ്മെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷേ ക്രിസ്തു നമ്മെ ഭാഗ്യവാന്മാരായി കാണുകയാണെങ്കിൽ തീർച്ചയായും ലോകം നമ്മെ പകയ്ക്കും. കാരണം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നല്ലേ വചനം പറയുന്നത്. ആകയാൽ ഇന്ന് ആത്മാവിൽ ദരിദ്രരായി മാറുന്നതിന് വേണ്ടിയാണോ അതോ ലോകത്തിൽ ഭാഗ്യവാന്മാരായി തീരുന്നതിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചറിയുന്നത് നല്ലതാണ്. എന്തെന്നാൽ ദൈവവചനം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു.